ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി കടക്കുന്നു. എനിക്കൊപ്പം കേളി പരിവരെ സഹായിക്കാൻ സോനാജറി കൂടി ചേരുന്നു. ആദ്യ വാർത്തയിലേക്ക്. തമിഴ്നാട് അരിയല്ലൂരിൽ പിഞ്ചുകുഞ്ഞിനെ മുത്തച്ഛൻ ശുചിമുറിയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. മുത്തച്ഛൻ വീരമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ധവിശ്വാസത്തെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് പറയുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ് മൂർത്തി, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസ് നൽകുന്ന വിവരം? പ്രജിൻ, അരിയല്ലൂരിലെ ജയകൊണ്ടം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. 38 ദിവസം പ്രായമായ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെയാണ് കുട്ടിയുടെ മുത്തച്ഛനായിട്ടുള്ള വീരമുത്തു ബക്കറ്റിലെ വെള്ളത്തിൽ, ശുചിമുറിയിൽ ബക്കറ്റിൽ വെള്ളം വെച്ച് അതിൽ മുക്കി കൊലപ്പെടുത്തുന്നത്. ഇതിന് കാരണമായി പറയുന്നത്, പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇയാൾ വലിയ അന്ധവിശ്വാസിയാണ്, ഈ വീരമുത്തു എന്ന് പറയുന്നത്. ചിത്തിരമാസത്തിൽ ജനിച്ച കുഞ്ഞ് കുടുംബത്തിന് ദോഷകരമാണ് എന്ന് ഏതോ ഒരു ജ്യോത്സ്യൻ പറയുകയും ആ ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിദാരുണമായ ഒരു സംഭവമാണ്. 38 ദിവസം മുൻപ് ജനിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കൾ വിവരം അറിയുകയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ വിവരം അറിയുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലൊക്കെയാണ് ഈ രീതിയിലുള്ള കൊലപാതകം ഇയാൾ സമ്മതിക്കുന്നത്. തുടർന്ന് പോലീസിന് വിവരം, അരിയല്ലൂർ പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. എന്തായാലും ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിയും എന്നതിൽ തീരുമാനമെടുക്കാൻ നിർണായക യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഉടൻ യോഗം ചേരും. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. റായ്ബറേലി നിലനിർത്തുമെന്നും വയനാട് ഒഴിഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, നിർണായക യോഗമാണ്, പ്രത്യേകിച്ചും കേരളത്തെ അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നടക്കാൻ പോകുന്നത്. ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ വയനാട് ഒഴിഞ്ഞേക്കുമെന്ന ശക്തമായ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചർച്ച നടക്കുക? പ്രജിൻ, യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി കെ.സി. വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി എത്തും. അതോടൊപ്പം തന്നെ മറ്റും മുതിർന്ന നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുക. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. നമുക്കറിയാം, വരണാധികാരികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി 14 ദിവസത്തിനകം ഈ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, 2 മണ്ഡലത്തിൽ വിജയിച്ചവർ. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമയപരിധി ഇനി നാളെയോടുകൂടി അവസാനിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കുമെന്നാണ്, രാത്രിയോട് തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നേരത്തെയും ചില കോൺഗ്രസ് നേതാക്കൾ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ഒരു മുന്നേറ്റത്തിനും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. പ്രവർത്തക സമിതിയിലടക്കം അത്തരം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഒരു പൊതുവികാരം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കണമെന്നാണ്. പ്രത്യേകിച്ചും വയനാട് ഒരു ഷുവർ സീറ്റ് ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിൽ വേണമെന്നില്ല. പക്ഷേ നമുക്കറിയാം, 2019 പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ ചേർത്ത് പിടിച്ച മണ്ഡലം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായ ഒരു അടുപ്പം വയനാടുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ താൻ വലിയ ആശയക്കുഴപ്പത്തിലും ധർമ്മസങ്കടത്തിലുമാണെന്ന് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശന വേളയിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയാകും സ്വീകരിക്കുക. ഇന്നത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് അറിയിക്കും. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തും ഒരു പ്രഖ്യാപനം ഇന്ന് രാത്രിയോട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എന്ത് തീരുമാനം സ്വീകരിച്ചാലും ആരെയും വേദനിപ്പിക്കാതെ ഇതിലൊരു നിലപാടെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും തമിഴ്നാട്, കേരളത്തിലടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്നൊരു ആകാംക്ഷയിലാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി വയനാടാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്നാണ് KPCC അടക്കം പൊതുവികാരം. അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അഥവാ വരുന്നില്ലെങ്കിൽ ഇനി ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലടക്കം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. റായ്ബറേലിയോ വയനാടോ രാഹുൽ ഗാന്ധി ഒഴിയും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കോടഞ്ചേരി കൂടത്തായിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. ഭാര്യ വീട് ആക്രമിച്ച യുവാവ് മദ്യം ഒഴിച്ച് സ്വന്തം കാറിന് തീയിട്ടു. കൊടുവള്ളി സ്വദേശി ഷമീറാണ് ആക്രമണം നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. അഭി, എന്താണ് ഈ പരാക്രമം? ഇയാളെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, കോഴിക്കോട് കൂടത്തായിൽ അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യലഹരിയിലെത്തിയ യുവാവ് ഭാര്യ വീട് ആക്രമിക്കുകയും സ്വന്തം കാർ തന്നെ തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു. ഇയാൾക്ക് ഭാര്യയുമായും ഭാര്യ വീട്ടുകാരുമായും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി.
തുടർന്ന് ഉച്ച കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് എത്തിയ ഇയാൾ ഭാര്യ വീടിന്റെ ഗ്രില്ല് തകർത്ത് അകത്ത് കയറുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പിയെടുത്ത് സ്വന്തം കാറിൽ തന്നെ ഒഴിക്കുകയും കാറിന് തീ കൊളുത്തുകയും ചെയ്തു. തുടർന്ന് ഈ ഭാര്യ വീട്ടുകാർ വിളിച്ചതനുസരിച്ചാണ് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ കെടുത്തുന്നത്. ഒപ്പം തന്നെ കൂടുതൽ അതിക്രമത്തിലേക്ക് നീങ്ങിയ ഈ ഷമീർ എന്നയാളെ, ഇയാൾ കൊടുവള്ളി സ്വദേശിയാണ്, ഇയാളെ നാട്ടുകാരും ഭാര്യ വീട്ടുകാരും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. വലിയൊരു അപകടം കൂടി അവിടെ ഒഴിവായിട്ടുണ്ട്. കാരണം ഈ കാറിൽ നിന്ന് വളരെ വലിയ രീതിയിൽ തീ പടരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വീട്ടിലേക്കൊക്കെ ആ തീ പടർന്നാൽ അത് വലിയൊരു ദുരന്തത്തിനും ഇടയാക്കുമായിരുന്നു. പക്ഷേ ഉടൻ തന്നെ മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു. ഒപ്പം ഈ നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കോടഞ്ചേരിയിൽ നിന്ന് പോലീസ് എത്തി നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് പറയുന്നതനുസരിച്ച് ഭാര്യ വീട്ടുകാരുമായുള്ള ഒരു പ്രശ്നം, ഭാര്യയുമായുള്ള ചില പ്രശ്നം, അതൊക്കെയാണ് ഈ ഒരു മദ്യലഹരിയിലെത്തി വീട് ആക്രമിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രജിൻ, എന്നാലും വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോൾ ഷമീർ എന്ന് പറയുന്ന ഈ കൊടുവള്ളി സ്വദേശിയെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. കർണാടകയിൽ ഇന്ധനവില വർധനയ്ക്കെതിരെയുള്ള സമരത്തിനിടെ BJP നേതാവ് കുഴഞ്ഞു വീണു മരിച്ചു. ശിവമോഗയിലെ BJP നേതാവ് MB ഭാനുപ്രകാശാണ് മരിച്ചത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായ അരുൺ, ഈ ഇന്ധനവില വർധനയ്ക്കെതിരെ കർണാടകയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലെ ഇന്ധന വില വർധനയ്ക്കെതിരെ ഇന്ന് BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ശിവമോഗയിലെ സീനപ്പ ഷെട്ടി സർക്കിളിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ BJP നേതാവായിട്ടുള്ള MB ഭാനുപ്രകാശാണ് ഈ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതായത് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധം നടത്തിയിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ശിവമോഗയിലെ മുൻ MLC ആണ് ഈ MB ഭാനുപ്രകാശ് എന്നതാണ് BJP തന്നെ ഔദ്യോഗികമായി പങ്കുവെക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യയാണ് മരിച്ചത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. അജീഷ്, ഈ സംഭവത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ? ഈ സൈബർ ആക്രമണം എന്ന് കുടുംബം എന്തുകൊണ്ട് പറയുന്നു? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ +2 വിദ്യാർത്ഥിയായ ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്, തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പൊ വീട്ടുകാർ കണ്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ഇന്നലെ രാത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. നിരവധി വീഡിയോസ് ഈ പെൺകുട്ടി ഇടുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ ഈ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായി അടുപ്പത്തിലായിരുന്നു ഏറെ കാലമായി. ഈ യുവാവും മൊത്തമുള്ള ഒരുപാട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ യുവാവുമായിട്ടുള്ള അടുപ്പം അവസാനിപ്പിച്ചു. ഇതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള സുഹൃത്തുക്കളും ഒപ്പം തന്നെ വീട്ടുകാരും പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ വീട്ടിനകത്ത് കയറി ഈ അച്ഛനോട് സംസാരിച്ചിരുന്നു. അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഒരു സാധാരണ കുടുംബമാണ്. ഈ സതീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ വളരെയധികം മാനസിക സംഘർഷം നേരിട്ടിരുന്നതായി പറഞ്ഞിരുന്നു. പക്ഷേ പ്രതികരണത്തിന് അദ്ദേഹം നേരിട്ടുള്ള ബൈറ്റായിട്ട് തരാൻ തയ്യാറായില്ല. കാര്യത്തിന് ശേഷം സംസാരിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സംസ്കാരത്തിന് ശേഷം പരാതി കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ വിമാനത്തിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ കത്തി കണ്ടെത്തിയതായി പരാതി. ബംഗളൂരു സാൻ ഫ്രാൻസിസ്കോ വിമാനത്തിൽ ഈ മാസം 10-നായിരുന്നു സംഭവം. മാധ്യമപ്രവർത്തകനായ മാത്യൂറസ് പോൾ ദുരനുഭവം എക്സിൽ പങ്കുവച്ചതോടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. അരുൺ പൂപ്പറമ്പ ഒരിക്കൽ കൂടി ചേരുന്നു ബംഗളൂരുവിൽ നിന്നും. അരുൺ, എന്താണ് സംഭവം? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാത്യു റസ് പോൾ ആണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഈ മാസം 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്.
ബംഗളൂരു സാൻ ഫ്രാൻസിസ്കോ എയർ ഇന്ത്യ എക്സ്പ്രസിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ കഴിക്കാൻ നൽകിയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നാണ് ഈ കത്തിയുടെ ഒരു ഭാഗം കണ്ടെത്തിയത്. അദ്ദേഹം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം വായിലേക്ക് വെച്ച ഘട്ടത്തിൽ നാക്കിൽ എന്തോ ഒരു മൂർച്ചയുള്ള സാധനം തട്ടിയതായി അനുഭവപ്പെട്ടു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത് കത്തിയുടെ ഒരു ഭാഗമാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് അദ്ദേഹം അന്ന് തന്നെ എയർ ഇന്ത്യ അധികൃതരുമായി ഇത്തരത്തിലൊരു പരാതി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. പിന്നീട് എക്സിൽ ഇത് വിശദമായി സംഭവിച്ച കാര്യത്തെ സംബന്ധിച്ച് എക്സിൽ അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചു. അതോടെയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മറ്റേതെങ്കിലും കുട്ടികൾക്കാണ് ഈ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോയേനെ, ഒരുപക്ഷെ കുട്ടികൾ ഇത് ശ്രദ്ധിക്കാതെ കഴിച്ചു പോയേനെ എന്നുൾപ്പെടെയുള്ള ഗൗരവമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഴ്ച എയർ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്, അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം എയർ ഇന്ത്യ പറയുന്നുണ്ട്. അതിൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹത്തെ തന്നെ എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഈ വിവരത്തിൽ പറയുന്നത്. പ്രജിൻ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പുത്തൂർ മഠം വടക്കേപ്പറമ്പിൽ വീടിന്റെ മുകളിൽ മരം വീണ് വയോധിക മരിച്ച സംഭവത്തിൽ JCB ഡ്രൈവർ ഉത്തർപ്രദേശ് സ്വദേശി റാം കലേഷ് കസ്റ്റഡിയിൽ. അശ്രദ്ധമായും സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെയും മണ്ണെടുത്തതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മണ്ണെടുക്കുന്നതിനിടെ മരം വീടിന് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. നേരത്തെ പുറത്തു വന്ന വാർത്ത ഈ മരം വീണ് വയോധിക ദാരുണം സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും പ്രജിൻ, ഈ ഒരു അപകടമുണ്ടാകുന്നത് മണ്ണെടുക്കുന്നതിനിടെ പന വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണാണ്. ഈ സമയത്ത് ഈ വയോധിക 88-കാരിയായ ചിരുതക്കുട്ടി വീടിന് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. പന ഇവർക്ക് മുകളിലേക്ക് വീഴുകയും ഇവർ ദാരുണമായി കൊല്ലപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ JCB ഡ്രൈവർക്കെതിരെ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അശ്രദ്ധമായി മണ്ണ് നീക്കി എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്നത്. ഉത്തർപ്രദേശുകാരനായ റാം കലേഷിനെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാൾ നിലവിൽ പന്തീരങ്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം. മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ ഈ റാം കലേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രജിൻ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാർ സ്പിരിറ്റ് കേസിൽ പ്രതി പിടിയിൽ. കോയമ്പത്തൂർ ഒളിവിൽ കഴിയവെയാണ് പ്രഭാകരനെ എക്സൈസ് സംഘം പിടികൂടിയത്. 2 കേസുകളിലായി 6 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ. രാഹുൽ, വിശദാംശങ്ങൾ. പ്രജിൻ, കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റ് കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പലതവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ്. 3 കേസുകളുടെ വിചാരണ നടക്കുകയാണ്. അതിനിടയിലാണ് ഇയാൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എക്സൈസ് സംഘം ഇയാളെ തമിഴ്നാട്ടിൽ പോയി ഇന്ന് പിടികൂടുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസും പറഞ്ഞിരിക്കുന്നത്. 2020-ൽ ഇയാളുടെ വീട്ടിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചിരുന്നു. 2018-ൽ 600 ലിറ്റർ സ്പിരിറ്റും അതുപോലെ തന്നെ 2019-ൽ 1500 ലിറ്റർ സ്പിരിറ്റും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽ സുപ്രീം കോടതിയെ സമീപിച്ച് SFI സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ. അച്യുതൻ, ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലായി അറസ്റ്റ് അടക്കം രേഖപ്പെടുന്ന സമയത്താണ് SFI ഇങ്ങനെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം? പ്രജിൻ, നീറ്റ് പരീക്ഷാഫല വിവാദവുമായി ബന്ധപ്പെട്ട പല വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. MSF അടക്കമുള്ള സംഘടനകൾ നേരത്തെ തന്നെ ഈ അട്ടിമറി അടക്കമുള്ള ഈ നീറ്റ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമീപിച്ചത്. നിലവിൽ SFI ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിൽ ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് SFI സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയായിട്ട് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഇതിൽ വാദം കേട്ടുകൊണ്ട് പുനഃപരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടിയുള്ള പരിശോധനകൾ സുപ്രീം കോടതി നടത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ പൊതുതാൽപര്യ ഹർജിയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഇതിനോടകം തന്നെ നിയമ നടപടിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നിലവിൽ ബീഹാറിലടക്കം ചോദ്യപേപ്പർ ചോർന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ട്. അത്തരം സാധ്യതകൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, കൗൺസിലിംഗ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ NTA നിർദ്ദേശിച്ച പ്രകാരം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വാമനപുരം നദിയിൽ 2 പേർ മുങ്ങി മരിച്ചു. വള്ളക്കടവ് സ്വദേശി ബിനു, പാലോട് കാലൻകാവ് സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, വിശദാംശങ്ങൾ.
പ്രജിൻ ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. വാമനപുരം നദിയിലാണ് 2 പേർ, വിദ്യാർത്ഥി അടക്കം 2 പേർ മുങ്ങി മരിച്ചത്. പാലോട് വള്ളക്കടവ് സ്വദേശി ബിനു, 37 വയസ്സാണ് ബിനുവിന്റെ പ്രായം. പാലോട് കാലൻകാവ് സ്വദേശി കാർത്തിക്, വിദ്യാർത്ഥിയാണ്, 15 വയസ്സ് പ്രായം. ഈ 2 പേരാണ് മുങ്ങി മരിച്ചത്. ഈ പായൽ ശേഖരിക്കുന്നതിനായി ആറ്റിൽ എത്തിയെന്നതാണ് നാട്ടുകാർ പറയുന്ന കാര്യം. ആദ്യം കാർത്തിക് ആറ്റിലേക്ക് വീഴുകയായിരുന്നു. കാർത്തിക്കിനെ രക്ഷിക്കാനാണ് ബിനു ആറ്റിലേക്ക് ഇറങ്ങിയത്. 2 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ശക്തമായ അടിയൊഴുക്ക് വാമനപുരം നദിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് രക്ഷപ്പെടുത്തിയ നാട്ടുകാർ പറയുന്നത്. ഉടൻ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർത്തിക് വിതുര സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മരിച്ച കാർത്തിക് ഈ പാലോട് ഗവൺമെന്റ് ആശുപത്രിയിലാണ് ബിനുവിനെ പ്രവേശിപ്പിച്ചത്. വിതുര ആശുപത്രിയിൽ കാർത്തിക്കിനെയും പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും 2 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. ശരി, രക്ഷാപ്രവർത്തനം നടത്തിയ ആളുടെ പ്രതികരണം കൂടി ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ പുഴയിൽ വെളിയായിട്ട് ഞാൻ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 പേര് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. ഒരു കൊച്ചും ഒരു വലിയ ആളും. അങ്ങനെ എണ്ണയുടെ അടുത്ത് വെള്ളത്തിൽ ചാടി നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. നല്ല അടിയൊഴുക്കായിരുന്നു. കുറച്ച് അത് കഴിഞ്ഞിട്ടാണ് വേറൊരു പുള്ളിക്കാരൻ്റെ കൂടെ വന്നു. അവരും ഞാനെണ്ണം നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ബോഡിയും പൊങ്ങി വന്നായിരുന്നു മേളിൽ. പിന്നെ 2 പേര് പുഴയിൽ നടുക്കുണ്ടായിരുന്നു, ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഒരു കൊച്ച് അക്കരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പൊക്കിയെടുത്ത് കരയെ കൊണ്ടുവച്ച് പിന്നെ നാട്ടുകാരെല്ലാവരും ഓടി വന്ന് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആംബുലൻസ് വന്നു. അപ്പോഴത്തന്നെ തിരികെ വാർത്തകളിലേക്ക്. എറണാകുളം ചെറായി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേരെ തിരയിൽപ്പെട്ട് കാണാതായി. 4 പേരെ രക്ഷപ്പെടുത്തി. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നൽകും വിവരങ്ങൾ. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? ഈ അപകടത്തിൽപ്പെട്ടവരെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രജിൻ, ചെറായി ശക്തേശ്വരി ബീച്ചിലാണ് 6 സംഘം കുളിക്കാനിറങ്ങിയത്. തുടർന്ന് അതിൽ 6 പേരും തിരയിൽപ്പെട്ടു. അതിൽ 4 പേരെ രക്ഷിച്ച് കരക്ക് കയറ്റി. 2 പേരെ നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയ ആളുകളാണ് എന്നാണ് ലൈഫ് ഗാർഡ്മാർ നൽകുന്ന സൂചന. അവിടെ ആ സമയത്ത് ലൈഫ് ഗാർഡ്മാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ തൊട്ടടുത്തൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് ഉൾപ്പെടെ ലൈഫ് ഗാർഡ്മാർ എത്തിയിരുന്നു. അവരാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് കണ്ട് തുടർന്ന് ഈ 4 പേരെ വലിച്ച് കരക്ക് കയറ്റിയത്. നിലവിൽ അവിടെ ഈ 2 പേർക്കായുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ പോലീസും ചേർന്നാണ് നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ചെറായി ശക്തേശ്വരി ബീച്ചിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.